തൃശ്ശൂരിൽ നിന്നൊരു വാർത്ത വരുന്നു. തൃശ്ശൂർ വടക്കാഞ്ചേരിയിൽ പോലീസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട തടവുകാരിൽ ഒരാൾ പിടിയിലായിട്ടുണ്ട്. പരവൂർ സ്വദേശി രാഹുലാണ് പിടിയിലായത്. മറ്റൊരു പ്രതി വടിവാൾ വിനീതിനായി തെരച്ചിൽ ഊർജിതമായി നടക്കുകയും ചെയ്തു. സൂരജ് സജി തൃശ്ശൂരിൽ നിന്നും അതിന്റെ കൂടുതൽ വിവരങ്ങൾ നൽകും. സൂരജ്, എവിടെ നിന്നാണ് ഈ രാഹുൽ എന്ന് പറയുന്ന ഈ പ്രതി പിടിയിലായത്? മറ്റേയാൾ വിനീതിനായി, വടിവാൾ വിനീതാണ് പേരെന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ തെരച്ചിൽ ഏത് ഭാഗത്താണ് നടക്കുന്നത്? എന്താണ് ഈ രാഹുൽ ഇപ്പോൾ പിടിയിലായ ശേഷം പോലീസുകാരോട് പറഞ്ഞ കാര്യങ്ങൾ? പ്രജിൻ, ഈ രണ്ട് പ്രതികളും രണ്ട് കേസുകളിൽപ്പെട്ട ആളുകളാണ്. അതിനിടയിലാണ് ഇവരെ ഇന്ന് മറ്റൊരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വടക്കാഞ്ചേരിയിലേക്ക് എത്തിക്കുന്നത്. അതിനിടയിലാണ് ഇരുവരും രക്ഷപ്പെടുന്നത്. പക്ഷേ ഈ സമയത്ത് രണ്ടുപേർക്കും അണിയിച്ചിരുന്ന വിലങ്ങ് പ്രത്യേകം ആക്കുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് ഈ പ്രതികൾ ഈ വിലങ്ങ് അഴിച്ചു മാറ്റിയതോടുകൂടിയാണ് ഇവർ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ ഇതിനുശേഷം വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനോട് ചേർന്നുള്ള കാട്ടിലേക്കാണ് ഇവർ ഓടിക്കയറിയത്. അതിനപ്പുറത്ത് അകമ്പാടം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഇപ്പോൾ ഇതിൽ രാഹുൽ പിടിയിലായിട്ടുള്ളത്. കൊല്ലം പരവൂർ സ്വദേശിയാണ് ഈ രാഹുൽ എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പക്ഷേ വിനീത് വഴിമതിയെ രണ്ടുപേരും വേർപിരിഞ്ഞു എന്നുള്ളതാണ് നിലവിൽ ഈ രാഹുൽ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. അങ്ങനെയെങ്കിൽ ഈ വിനീത് ഈ കാട്ടിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് പോലീസിന്റെ നിഗമനം. അതോടൊപ്പം തന്നെ ചില മേഖലകൾ കേന്ദ്രീകരിച്ച്, അതായത് ഈ കാട്ടിലൂടെ മറ്റിടങ്ങളിലേക്ക് എത്താൻ സാധ്യതയുള്ള മേഖലകളുണ്ട്, പ്രത്യേകിച്ച് ഈ അകമല അടക്കമുള്ള മേഖലകളുണ്ട്. ആ പ്രദേശങ്ങളെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസിന്റെ പരിശോധന വ്യാപിപ്പിക്കുകയാണ്. രാഹുൽ പിടിയിലായി എന്നുള്ള ആശ്വാസമാണ്. പക്ഷേ ഈ വടിവാൾ വിനീതിനെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്ന കൊടും ക്രിമിനലാണ് ഈ വിനീത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. 60-ലധികം ബൈക്ക് മോഷണ കേസുണ്ട്. 13-ാം വയസ്സിൽ വടിവാൾ ഏന്തിക്കൊണ്ട് ആക്രമണ പരമ്പര തുടങ്ങിയ ആളാണ് വിനീത്. ഒരു വേള ആലപ്പുഴയിൽ വിനീതിനെ അന്വേഷിച്ചു വന്ന പോലീസ് വിനീതിനെ കിട്ടാത്തതിനെ തുടർന്ന് സഹോദരി ഭർത്താവിനെയും കസ്റ്റഡിയിൽ എടുക്കുന്നു. ആ സമയത്ത് ഈ അവരെ പിടിച്ചുകൊണ്ട് വന്ന സ്റ്റേഷനിലെത്തിപ്പോലും അക്രമം നടത്തിയ ആളാണ് വിനീത്. അതുകൊണ്ട് തന്നെ വലിയ ആശങ്കയാണ്. ഈ പ്രതി രാത്രിയാകുന്നു, അതുകൊണ്ട് തന്നെ പ്രതിയെ പിടികൂടാൻ കഴിയാത്തതിൽ വലിയ ആശങ്കയുണ്ട്. എന്തായാലും പ്രതിക്കായുള്ള അന്വേഷണം ഊർജിതമായി തുടരുകയാണ്. പ്രജിത്ത്, സൂരജ് സജിയാണ് തൃശ്ശൂരിൽ വിശദാംശങ്ങൾ നൽകിയത്.